ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ വീണ്ടും അറസ്റ്റുണ്ടായിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാറാണ് അറസ്റ്റിലായത്. കൂടിയാലോചനയ്ക്ക് ശേഷമാണ് SITയുടെ നടപടി. അതിനിടെ കേസിൽ പ്രതികളായ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ SIT അപേക്ഷ നൽകുകയും ചെയ്തു. മനീഷ് മഹിപാലാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മനീഷ്, സുപ്രധാനമായ ഒരു നീക്കമാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. എപ്പോഴായിരുന്നു ഈ എൻ വിജയകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്? നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൈക്കോടതിയുടെ ഇക്കാര്യത്തിലുണ്ടായ വിമർശനം, ബോർഡ് എന്ന് മെൻഷൻ ചെയ്തിട്ട് ബോർഡ് പ്രസിഡന്റിനെ മാത്രം അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം എൻ വിജയകുമാറിലേക്ക് എന്തുകൊണ്ട്, അതുപോലെ KP ശങ്കരദാസിലേക്കും എന്തുകൊണ്ട് പോയില്ല അന്വേഷണം എന്നുള്ള വിമർശനമൊക്കെ വന്നിരുന്നു. അതിന്റെ ഒരു ഭാഗം കൂടിയായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയുമോ? പറയൂ കൂടുതൽ വിവരങ്ങൾ. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും രൂക്ഷമായ വിമർശനമുണ്ടായിരുന്നു. അതായത് അന്വേഷണത്തിന്റെ വിശ്വാസ്യതയെ പോലും ചോദ്യം ചെയ്യുന്ന രീതിയിൽ ഒരു തരംതിരിച്ചുള്ള ഒരു വേർതിരിക്കലുണ്ട്, അന്വേഷണത്തിലെ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലടക്കം ഉണ്ട് എന്നുള്ള വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പിന്നീട് KP ശങ്കരദാസിനും ഒപ്പം തന്നെ മുൻ ബോർഡംഗമായിട്ടുള്ള ഇപ്പോൾ പിടിയിലായിട്ടുള്ള വിജയകുമാറിനടക്കം ചോദ്യം ചെയ്യലിന് നോട്ടീസ് അയച്ചെങ്കിൽ ഇവർ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് വരെ കാത്തു നിൽക്കാം, അതായത് ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നില്ല എന്ന നിലപാടിലേക്ക് എടുത്തിരുന്നു. ഒപ്പം തന്നെ നേരത്തെ KP ശങ്കരദാസ് ആരോഗ്യ സംബന്ധമായ അസുഖ സംബന്ധമായ ചില കാര്യങ്ങൾ കൊണ്ട് ആശുപത്രിയിലാണ് എന്ന ഒരു മറുപടി കൂടി SITക്ക് നൽകിയിരുന്നു. ഇപ്പോഴിതാ വിജയകുമാറിനെ വിളിച്ചു വരുത്തി ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ചോദ്യം ചെയ്യലിൽ വിളിച്ചു വരുത്തി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് നിലവിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2019 ജൂലൈയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അന്ന് ദ്വാരപാല ശില്പത്തിലെ സ്വർണ്ണപ്പാളികൾ കൈമാറ്റം ചെയ്യുന്ന സമയത്ത് ദേവസ്വം മാനുവൽ അടക്കമുള്ള കാര്യങ്ങൾ ലംഘിച്ചുകൊണ്ട് കൈമാറ്റം ചെയ്യുമ്പോൾ ദേവസ്വം അന്ന് മഹസറിൽ ഒപ്പിട്ട കൂട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ബോർഡ് അംഗം കൂടിയാണ് ഈ വിജയകുമാർ. അതുകൊണ്ട് തന്നെ പത്മകുമാറിന്റെ മൊഴിയാണ് നിലവിൽ വിജയകുമാറിനും ശങ്കരദാസിനും കുരുക്കായി മാറിയത്. ഒരു ഭരണസമിതി ചെയ്ത വിഷയത്തിൽ എന്തുകൊണ്ട് അധ്യക്ഷനെ മാത്രം പ്രതിയാക്കുന്നു? ഇതൊരു കൂട്ടുത്തരവാദിത്തമാണ്. അതുകൊണ്ട് തന്നെ ബോർഡ് അംഗങ്ങളായിട്ടുള്ള 3 പേർക്ക് മാത്രമല്ല തന്ത്രിക്ക് കൂടി പങ്കുണ്ട്. തന്ത്രിയെ അടക്കം കുരുക്കിലാക്കുന്ന മൊഴിയായിരുന്നു അതിൽ പത്മകുമാർ നൽകിയത്. പത്മകുമാറിൻ്റെ അറസ്റ്റിലേക്ക് അടക്കം എത്തിയ സമയത്ത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി ഈ വിഷയത്തെ സമീപിക്കുന്നുവെന്ന വലിയ ലക്ഷ്യം SITക്കെതിരെ ആരോപണം ഉയർത്തുന്നു. അതിനുശേഷമാണ് പത്മകുമാറിൻ്റെ അറസ്റ്റ് അടക്കം ഉണ്ടാകുന്നത്. പിന്നീട് മറ്ററസ്റ്റിലേക്ക് അടക്കം പോകാതിരുന്ന ഘട്ടത്തിൽ പിന്നീട് പങ്കജ് ഭണ്ഡാരിയിലേക്കും ഗോവർദ്ധനിലേക്കും അടക്കം ഇതര സംസ്ഥാനത്ത് നിന്ന് അറസ്റ്റ് ഉണ്ടാകുന്നു. ഇപ്പോഴിതാ ഈ അന്വേഷണം അതിൻ്റെ ഏറ്റവും അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്നു എന്ന ഒരു പ്രതീതി ജനിക്കുന്ന ഘട്ടത്തിലാണ് ആ സമയം 2019 ബോർഡ് അംഗമായിട്ടുള്ള വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വിജയകുമാറിന് ഇതിൽ കേസിലെ പങ്ക് എന്ന് SIT കണ്ടെത്തിയിട്ടുള്ളത് ഇത് കൈമാറ്റം ചെയ്യുന്നത് കൂട്ടായ ഉത്തരവാദിത്തത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൈമാറ്റം ചെയ്യുന്നതിൽ ഗുരുതരമായ ചട്ടലംഘനമുണ്ട് എന്ന് മനസ്സിലാക്കിയ കൂട്ടത്തിൽ വിജയകുമാറും ഉണ്ട്. അതുകൊണ്ട് വിജയകുമാറിന്റെ അറിവോട് കൂടിയാണ് ഈ ദേവസ്വം ബോർഡ് അന്ന് N വാസു മുഖേന മുരാരി ബാബു മുഖേന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത്രയും അധികം സ്വർണം കൈമാറ്റത്തിന് വേണ്ടി കൊടുത്തു വിട്ടതും. അത് ഏകദേശം 1 മാസത്തോളം സമയം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പക്കൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ അത് കൊടുത്തു വിടുമ്പോഴോ അത് തിരിച്ചു കൊണ്ടുവന്നപ്പോഴോ അതിൻ്റെ തൂക്കം നോക്കാത്ത അടക്കമുള്ള വലിയ വിഷയങ്ങൾ, വലിയ ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനം, അത്രത്തോളം ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന വിജയകുമാറിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. വിജയകുമാർ നേരത്തെ സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ ഒക്കെ തന്നെ ഭാരവാഹിയായിരുന്നു, നേതാവായിരുന്നു. അങ്ങനെ സംഘടനാപരമായിട്ടുള്ള ചട്ടക്കൂടുകളിൽ നിന്ന് പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ്. പക്ഷേ വിജയകുമാറിൻ്റെ അറസ്റ്റിലേക്ക് SIT നേരത്തെ എത്താതിരുന്നു. വിജയകുമാരൻ നേരിട്ട് സാങ്കേതികമായി വിഷയത്തിൽ പങ്കുണ്ടെങ്കിൽ കൂടി ഇങ്ങനെ ഒരു വലിയ കുറ്റകൃത്യം നടക്കുന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ സ്വർണം കൊണ്ടുപോയി കൈമാറ്റം ചെയ്ത് അത് വലിയ രീതിയിൽ വിഗ്രഹക്കടത്തടക്കമുള്ള വലിയ ഭക്തി മാർക്കറ്റിലൂടെ വിൽപ്പന നടത്തുന്നു എന്ന കാര്യം നേരിട്ട് വിജയകുമാറിന് അറിയില്ലായിരുന്നു എന്നുള്ള കണ്ടെത്തലുണ്ടായിരുന്നു. പക്ഷേ സാങ്കേതികമായി ഇവിടെ ഒരു കൂട്ടു ഉത്തരവാദിത്തമാണ്. അവിടെ പത്മകുമാർ അടക്കമുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒപ്പിട്ട് നൽകുന്ന, അല്ലെങ്കിൽ ആ ഒരു മഹസർ ഒപ്പിട്ട് നൽകുമ്പോൾ അതിൻ്റെ കൂട്ടുത്തരവാദിത്തത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നേരത്തെ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ വിമർശനം വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം SITയുടെ ഇപ്പോഴുള്ള അന്വേഷണത്തിന്റെ വിശ്വാസത്തെ പോലും ചോദ്യം ചെയ്യുന്ന തരത്തിലായിരുന്നു. എന്തുകൊണ്ട് വിജയകുമാറിനെയും ശങ്കർദാസിനെയും അറസ്റ്റ് ചെയ്യുന്നില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണത്തിന്റെ വിശ്വാസത്തെ സംശയം ജനിപ്പിക്കുന്നതാണെന്നും പ്രതി ചേർക്കുന്നവരുടെ കാര്യത്തിൽ വിവേചനം കാണിക്കുന്നുണ്ടെന്നുമായിരുന്നു ഹൈക്കോടതിയുടെ വിമർശനം. 2019 ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും തന്ത്രിക്കും കുരുക്കാവുന്ന മൊഴികൾ പത്മകുമാറിന്റെ ഭാഗത്തുനിന്നായിട്ടും എന്തുകൊണ്ടാണ് പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ 2 കൂട്ടരെയും അറസ്റ്റ് ചെയ്യാത്തത്? അവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നവരെ SIT എന്തിനു വേണ്ടി കാത്തു നിൽക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കേസിൽ പിടിയിലായിട്ടുള്ള അറസ്റ്റിലായിട്ടുള്ള ഒരു പ്രതികൾക്ക് പോലും മുൻകൂർ ജാമ്യാപേക്ഷയോ അല്ലെങ്കിൽ ജാമ്യാപേക്ഷയോ ലഭിച്ചിട്ടില്ല. ഈ കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ ഇപ്പോൾ അറസ്റ്റിലായി പിടിയിലായിട്ടുള്ള പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ അടക്കമുള്ള പ്രതികൾ പലതവണ, അതായത് മുരാരി ബാബുവും N വാസുവും അടക്കം പലതവണ ജാമ്യാപേക്ഷയ്ക്ക് വേണ്ടി ഹൈക്കോടതിയിലടക്കം സമീപിച്ചിട്ടുണ്ടെങ്കിലും അതെല്ലാം
അപേക്ഷകളെല്ലാം കോടതി തള്ളിക്കളയരുത്. സുപ്രീം കോടതിയിൽ നിന്ന് മാത്രമായിരിക്കും ഇവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള അപേക്ഷ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ജാമ്യാപേക്ഷ പരിഗണിക്കുക, അതിനെന്തെങ്കിലും അനുകൂലമായ നിലപാട് കൈക്കൊള്ളാൻ സാധിക്കുകയും ചെയ്യുക. ഇനി ഏകദേശം ഒരു 2 ആഴ്ച സമയം കൂടെ മാത്രമാണ് SITക്ക് ഇത് സംബന്ധിച്ച് അന്തിമ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇതുവേണ്ട പൂർണ്ണ റിപ്പോർട്ട് ദേവസ്വം ബെഞ്ചിന് മുന്നിൽ സമർപ്പിക്കാനുള്ളത്. അതിന് മുന്നോടിയായി തന്നെ അന്വേഷണത്തിന്റെ വേഗത കൂട്ടേണ്ടതുണ്ട്. നാളെയാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഇതിന്റെ അവസാനത്തെ കണ്ണി, ഇതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താവ് എന്ന് സംശയിക്കപ്പെടുന്ന ഡിണ്ടിഗലിലെ വ്യാപാരിയായിട്ടുള്ള ഡി മണിയെ നാളെ ചോദ്യം ചെയ്യലിന് ഈഞ്ചക്കൽ ഓഫീസിലേക്ക് എത്തിക്കുക. പക്ഷേ അതിന് മുന്നേ തന്നെ ഇന്ന് വൈകിട്ട് കൊല്ലം വിജിലൻസ് കോടതിയിൽ വിജയകുമാറിനെ എത്തിക്കും. ഇത് കൂറുമാറ്റ നിരോധന നിയമം കൂടി ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഈ കേസ് പത്തനംതിട്ടയിൽ നിന്നും കൊല്ലത്തേക്ക് മാറ്റിയിരുന്നു. നാളെ ഇനി ഡി മണി എത്തിക്കുമ്പോൾ ഡി മണിയുമായി ബന്ധപ്പെട്ട ഉണ്ണികൃഷ്ണൻ പൊറ്റിയും ഡി മണിയുമായി നേരിട്ട് ബന്ധമില്ലെങ്കിൽ കൂടി ഇവർക്കിടയിൽ ഇടനിലക്കാരാരാണ് അടക്കമുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ഇനി അതല്ല, വിജയകുമാറിനും ശങ്കർദാസിനും പത്മകുമാറിനും എൻ വാസുവിനും മുരാരി ബാബുവിനും ഒക്കെ തന്നെ ഇത്തരത്തിൽ ഇവരെല്ലാം നടത്തിയ കൂട്ടായ ഒരു വലിയ റോബറിയാണെന്നുള്ള കാര്യത്തിൽ SITക്ക് സംശയമുണ്ട്. അത്തരം കാര്യങ്ങളിലും ഒരു സ്ഥിരീകരണം ഉണ്ടാകേണ്ടതുണ്ട്. എന്താണെങ്കിൽ നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിൽ, ഈഞ്ചക്കലുള്ള ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വിജയകുമാറിനെ ചോദ്യം ചെയ്ത് വരികയാണ്. വിജയകുമാറിനെ വൈകിട്ട് ഹാജരാക്കിയ ശേഷം അടുത്ത ദിവസം വീണ്ടും കസ്റ്റഡി അപേക്ഷ കൊടുക്കും. പക്ഷേ ശങ്കർദാസിന്റെ അറസ്റ്റ് ഉടൻ ഉണ്ടാവുകയില്ല എന്നതാണ് സൂചന. കാരണം ആരോഗ്യ പ്രശ്നം മൂലം അസുഖബാധിതർ അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണെന്നുള്ള ഒരു മറുപടി കത്ത് കിട്ടിയിട്ടുണ്ട്. ഇതേ വിഷയം തന്നെയാണ് നേരത്തെ ഈ കേസിലെ അന്നത്തെ ദേവസ്വം സെക്രട്ടറി ആയിട്ടുള്ള ശ്രീദേവിയെയും കേസിൽ അറസ്റ്റ് ചെയ്തിട്ടില്ല. ശ്രീദേവിക്ക് സുപ്രീം കോടതിയിൽ നിന്നായിരുന്നു അന്ന് ജാമ്യം ലഭിച്ചത്. സുപ്രീം കോടതിയിൽ ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി നൽകിയ അപേക്ഷയിലായിരുന്നു ശ്രീദേവിക്ക് ജാമ്യാപേക്ഷ കിട്ടി. അതുകൊണ്ട് ഈ കേസിൽ ഇപ്പോൾ ഇനി പിടിയിലാകാനുള്ള പ്രധാനപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ 2 പേർ മാത്രമാണ്. അതൊന്ന് ശങ്കർദാസും മറ്റൊന്ന് ശ്രീദേവിയും മാത്രമാണ്. വിജയകുമാറിന്റെ അറസ്റ്റോടുകൂടി തന്നെ ആ സമയത്തെ ഭരണസമിതി അംഗങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള പങ്കുണ്ടായിരുന്നു അടക്കമുള്ള കാര്യങ്ങളിൽ വലിയൊരു വ്യക്തത ഉണ്ടാകും. പ്രധാനപ്പെട്ട കേസിൽ വീണ്ടും അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ അംഗം N വിജയകുമാറാണ് ഇപ്പോൾ അറസ്റ്റിലായത്. കൂടിയാലോചനയ്ക്ക് ശേഷമാണ് SITയുടെ അറസ്റ്റ് ഉണ്ടായത്. അതിനിടയിൽ കേസിൽ പ്രതികളായ പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും കസ്റ്റഡിയിൽ വാങ്ങാൻ SIT അപേക്ഷ നൽകിയെന്ന ഏറ്റവും പുതിയ വിവരവും വരുന്നുണ്ട്. മനീഷ് മഹിപാലാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.